സോ ഹായ് ഓൾ, നമ്മളൊരു പുതിയ സെഷനായിട്ട് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് ഒരു ബേസ് തന്നു. ഇനി നമുക്ക് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ചും കൂടെ പോകാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുകയാണ്. ഓക്കെ, സിഇ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. സിഇ എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ കുറെ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാവും. ആ സർക്യൂട്ടുകളൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, കാരണം ആ സർക്യൂട്ടുകളൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ലാബിനൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ തോതിൽ കണ്ടിട്ടില്ല. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിഇ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മളെ സിഇ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വരക്കാം ആദ്യം. കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നമ്മൾ നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആ സർക്യൂട്ടുകൾ ഞാൻ വരച്ചിരുന്ന സർക്യൂട്ടുകളൊക്കെ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അങ്ങനെ തന്നെ വരക്കുക. ഓക്കെ, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താ വെച്ചാൽ നമ്മളത് അറിയണം. അത് അറിയാതെ നമ്മൾ പ്ലസ് ടു ഒന്നും പാസ്സായിട്ട് കാര്യമില്ല. കാരണം നമ്മളിനി നിങ്ങൾ ബിടെക്കിന് പോകുന്നവരുണ്ടാവും, അങ്ങനെ പലതിനും പോകുന്നവർ നിങ്ങൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഈ ട്രാൻസിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ എന്തായാലും ഡിഗ്രിക്ക് ഒന്നും കൂടെ പഠിക്കും. അത് ഓക്കെ, പക്ഷെ നമ്മൾ എന്തായാലും ഇപ്പൊ തന്നെ പഠിക്കണമല്ലോ ഇതിനൊക്കെ പറ്റി. ഓക്കെ, അപ്പോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ഇങ്ങനെ വരുന്നു. അപ്പോൾ ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഒക്കെ വരണം കേട്ടോ. അപ്പൊ ഞാനിത് ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്റെ കൂടെ വരച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മൾ ഇനി ഇവിടുന്ന് നേരെ താഴോട്ട് റിയോസ്റ്റാറ്റിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് താഴോട്ട് നമ്മൾ റിയോസ്റ്റാറ്റ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാരണം വേരിയബിൾ ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് ഞാൻ റിയോസ്റ്റാറ്റ് എന്ന് പറയാം. ഓക്കെ, സോ റിയോസ്റ്റാറ്റിക്ക് ഞാൻ ഇവിടുന്ന് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് നേരെ റിയോസ്റ്റാറ്റിലോട്ട് ഒരു കണക്ഷൻ നേരെ ഇങ്ങനെ. ദെൻ ഇവിടുന്ന് നേരെ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ്. ഓക്കെ, ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് അത് ഞാൻ വി ബി ബി എന്നാണ് വിളിക്കുന്നത്. അതായത് ബേസിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, ട്രാൻസിസ്റ്ററിന്റെ ബേസിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് വി ബി ബി. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ ബേസിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് വി ബി ബി. ദെൻ ഇവിടുന്ന് നേരെ താഴോട്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. ഓക്കെ, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യും. അപ്പൊ വോൾട്ട് മീറ്റർ പറഞ്ഞാൽ ഇത് മെഷർ ചെയ്യുന്ന വോൾട്ടേജ് വി ബി ഇ ആണ്. വി ബി ഇ എന്ന് പറഞ്ഞാല് ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ ബേസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്താ പറയുക എമിറ്റർ, ഇതാണ് ബേസ്, ഇത് കളക്ടർ. അപ്പൊ ഈ ബേസിനും എമിറ്ററിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ് വി ബി ഇ. ഓക്കെ, വി ബി ഇ എന്ന് പറഞ്ഞാൽ ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് വി ബി ഇ. ഓക്കെ, പിന്നെ ഇത് നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വി ബി ബി എന്ന് ഇത് വി ബി ബി ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. വി ബി ബി ആണ്. ഓക്കെ, അപ്പോ കുറെ വോൾട്ടേജുകൾ ഉണ്ട്. വി ബി ബി. ഓക്കെ, വി ബി ബി എന്ന് പറഞ്ഞ വോൾട്ടേജ് എന്താണ്? ഒന്നുമില്ല. വി ബി ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന വോൾട്ടേജ്. ബേസിന് അക്രോസ് ആയിട്ടാണ് ഇവിടെ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നത്. സോ അതാണ് വി ബി ബി. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. വി ബി ബി. ഓക്കെ, വി ബി ഇ എന്ന് പറഞ്ഞാലോ ബേസിനും എമിറ്ററിനും ഇതാണ് ഇവിടെയാണ് വി ബി ഇ വരിക. കാരണം ബേസിനും എമിറ്ററിന്റെയും ഇടയിലുള്ള വോൾട്ടേജ് ആണ് വി ബി ഇ. ഓക്കെ, അതിനിടയിലുള്ള വോൾട്ടേജ് ആണ് വി ബി ഇ. ദെൻ ഇതാണ് നമ്മൾ കളക്ടർ. ഇനി അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ കളക്ടർ എന്നാണ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വൃത്തിക്കൊക്കെ വരക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമിറ്ററിന് ഒരു കറണ്ട് വരുന്നുണ്ട്. ഓക്കെ, എമിറ്ററിന് വരുന്ന കറണ്ടിനെ ഞാൻ ഐ ഇ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എമിറ്ററിന് വരുന്ന കറണ്ടിനെ ഞാൻ ഐ ഇ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് ഇത് നേരെ പോകും. ഓക്കെ, ഇതിങ്ങനെ നേരെ പോകും. ഇവിടെ ഞാനൊരു മൈക്രോ അമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. മില്ലി അമീറ്റർ അല്ല, മൈക്രോ അമീറ്റർ. മൈക്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 10⁻⁻�6 ആണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഞാൻ നേരെ താഴോട്ട് വീണ്ടും വരുന്നു. ഇവിടെ ഞാൻ വീണ്ടും ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. എന്താ കണക്ട് ചെയ്യുന്നത്? വീണ്ടും ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. പിന്നെ ഇത് നേരെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഈ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇവിടെ നേരെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഞാൻ വീണ്ടും ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് ഞാൻ വീണ്ടും ഒരു റിയോസ്റ്റാറ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോവാണ്. റിയോസ്റ്റാറ്റ് നമുക്ക് വേണം, കാരണം നമുക്ക് റെസിസ്റ്റൻസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിയോസ്റ്റാറ്റ് ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ഞാൻ ഇവിടെ വേറെ ഒരു സെല്ലിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറെയും ഞാനൊരു സെല്ലിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സാധാരണ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുലികളാണ്, കിങ് ആണ്. ഓക്കെ, ഇത് വി സി സി ആണ്. ഓക്കെ, വി സി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കളക്ടർ എന്നാണല്ലോ ഈ സർക്യൂട്ട് മൊത്തം വരുന്നത്. സോ കളക്ടറിനെ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്ത വോൾട്ടേജിനെ പറയുന്ന പേരാണ് വി സി സി. ഓക്കെ, ഇനി ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ടല്ലോ. ഈ വോൾട്ട് മീറ്റർ അളക്കുന്ന വോൾട്ടേജ് എത്രയും അറിയോ? ഈ വോൾട്ട് മീറ്റർ എന്തിനാ വെക്കുന്നത് വെച്ചാൽ വി സി ഇ ആണ് അളക്കുന്നത്. മീൻസ് ഈ കളക്ടറിനും അതേപോലെ എമിറ്ററിന്റെയും ഇടയിൽ ഒരു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ,
അതാണ് VCE. കളക്ടറിന്റെയും എമിറ്ററിന്റെയും ഇടയിലുള്ള വോൾട്ടേജ് ആണ് VCE. അത് അളക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഒന്നാമത്തെ റിയോസ്റ്റാറ്റ് ആണ്. സോ അതിനെ RH1 എന്ന് പേര് കൊടുക്കുന്നു. ഇത് രണ്ടാമത്തെ റിയോസ്റ്റാറ്റ് ആണ്. ഇതിന് നമ്മൾ RH2 എന്ന പേര് കൊടുക്കണം. ഒന്ന് RH1 മറ്റേത് RH2. പിന്നെ കളക്ടറിലോട്ട് കറണ്ട് വരും, അതാണ് IC എന്നുള്ള കറണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ എന്ന് നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ കോമൺ എമിറ്റർ കളക്ടർ എമിറ്റർ അല്ല. ഓക്കെ, കളക്ടർ എമിറ്ററിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കോമൺ എമിറ്റർ CE ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇങ്ങനെ പറയും. കോമൺ എമിറ്റർ എന്ന് പറയാം, അതായത് എമിറ്ററിലാണിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക കണക്ഷൻ കാര്യങ്ങളൊക്കെ. സോ ഇതാണ് CE എന്താ പറയാ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതിന്റെ ഇതാണ് ആ സർക്യൂട്ട്, ഇങ്ങനെയൊക്കെയാണ് വരിക. സോ VBB, ഇതാണ് VBB എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിന് അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജ് ആണ്. RH1 എന്ന് പറഞ്ഞാൽ റിയോസ്റ്റാറ്റ്. VBE എന്ന് പറഞ്ഞാൽ ബേസിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജിനെ മെഷർ ചെയ്യാണ് ഈ വോൾട്ടിമീറ്റർ ചെയ്യുന്നത്. പിന്നെ ഇതാണ് IE, എമിറ്ററിന് പോകുന്ന കറണ്ട് IE. പിന്നെ ഇവിടെ VCE എന്ന് പറഞ്ഞാൽ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയ വോൾട്ടേജ്. ഇവിടെ മൈക്രോമീറ്റർ, ഇവിടെ കൂടെ കളക്ടർ കൂടെ IC. പിന്നെ റിയോസ്റ്റാറ്റ്, രണ്ടാമത്തെ റിയോസ്റ്റാറ്റ് VCC. VCC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ കളക്ടറിന് അക്രോസ് ആയിട്ട് കൊടുത്ത വോൾട്ടേജിനെയാണ് VCC എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഡയഗ്രാം. ഇങ്ങനെയാണ് ഇത് വെച്ചിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങളോട് വരക്കാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. ഒരിക്കലും നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇത് എന്താ പറയാ ഡ്രോ ദ CE ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് സാധാരണ ചോദിക്കാറില്ല. എന്നിരുന്നാലും പഠിച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, നമുക്ക് ഇനി റിവിഷൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ CE ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിലെ ഗ്രാഫ് ഒന്ന് വരക്കണം. ഓക്കെ, ആദ്യം ഗ്രാഫ് വരക്കണം. ആ ഗ്രാഫ് നമുക്ക് കുറച്ച് ഇൻഫറൻസസ് കിട്ടാനുണ്ട്. ഓക്കെ, ആ ഗ്രാഫ് നമ്മൾ ആദ്യം വരക്കണം. എന്നിട്ട് അപ്പൊ എന്താണ് ആദ്യം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫാണ്. ഇറ്റ് ഈസ് ദ ഗ്രാഫ് കണക്ടിങ് ദ വേരിയേഷൻസ് ഓഫ് ബേസ് കറണ്ട് വിത്ത് ബേസ് എമിറ്റർ വോൾട്ടേജ്. ഓക്കെ, VBE എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണ്. സോ VBEയും അതേപോലെ ബേസ് കറണ്ട് ആയ IBയും തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കളക്ടർ എമിറ്ററുള്ള വോൾട്ടേജ് VCE എപ്പോഴും കോൺസ്റ്റന്റ് ആവണം. സോ അതിനാണ് നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. സോ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആണ്. അതായത് VBE ബേസ് എമിറ്റർ വോൾട്ടേജും ബേസ് കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫ്. പക്ഷെ ആ ഗ്രാഫിൽ പ്രത്യേകം നോക്കണം, VCE കോൺസ്റ്റന്റ് VCE ഒരിക്കലും മാറാൻ പാടില്ല. അതായത് കളക്ടർ എമിറ്റർ വോൾട്ടേജ്, അതായത് ഇവിടുത്തെ VCE എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. സോ ഈ ഒരു വോൾട്ടേജ് ഒരിക്കലും മാറാതെ ഈ VBEയും അതേപോലെ ബേസ് കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇതാ ബേസ് കറണ്ട് ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു, ഇവിടെ IB എന്ന് മാർക്ക് ചെയ്യണേ. സോ ബേസ് കറണ്ടും തമ്മിൽ വരയ്ക്കുന്ന ഈ ഒരു ഗ്രാഫിന്റെ പേരാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വരക്കാം. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കുറച്ച് ഇൻഫറൻസസ് കിട്ടാനുണ്ട്. കാരണം ആ ഗ്രാഫിൽ കുറച്ച് പോയിന്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, കുറെ ഗ്രാഫുകൾ ഉണ്ട്. ഇതിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാനുണ്ട്. ഇലക്ട്രോണിക്സ് ഈ ഭാഗമാണ് കുറച്ച് ടഫ് ഉള്ളത്, ബാക്കിയുള്ള ഭാഗങ്ങളും ടഫ് ആണ്, അങ്ങനെയല്ല. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫ് വരക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രാഫ്. സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് തോന്നിപ്പോവും, പക്ഷെ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് തൊട്ട് ആ ഗ്രാഫ് വരക്കാം. ഓക്കെ, അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് ഇതേപോലെയാണ് വരിക. ഓക്കെ, സോ ഇതേപോലെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് വരിക. ഇറ്റ് ഷുഡ് ഗോ ലൈക്ക് എ സ്ലോപ്പ് ഓർ കർവ്ഡ് പാരബോള. അപ്പൊ ഒരു കർവ്ഡ് പാരബോള പോയിട്ട് അല്ലെങ്കിൽ സ്ലോപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ വരക്കണം. ഓക്കെ, അപ്പോ അത് ഇതേപോലെ വരച്ചാൽ മതി, ഒരു സാധാ സ്ലോപ്പ്. ഓക്കെ, അപ്പോ ഒരു സാധാ സ്ലോപ്പ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ജസ്റ്റ് ലൈക്ക് എ പാരബോള പോലെ ഇങ്ങനെ വരച്ചിടുക. ഓക്കെ, അപ്പൊ ഞാനത് പെൻസിൽ കൊണ്ട് ഒന്നും കൂടെ വേണമെങ്കിൽ വരച്ചു തരാം, മറ്റേ ഇത് അത്ര വലിയൊരു നാക്ക് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ അങ്ങോട്ട് കയറി പൊക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കയറി പൊക്കോട്ടെ. ഇതാണ് നമ്മളിത്. അപ്പൊ ഇനി ഈ ഭാഗത്ത് IB ആണ്. IB എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, ബേസ് കറണ്ട് ആണ്. ദെൻ ഈ ഭാഗത്ത് എന്തായിരിക്കും, ഈ ഭാഗത്ത് സ്വാഭാവികമായിട്ടും VBE ആയിരിക്കും. ഓക്കെ, IB നമ്മൾ മെഷർ ചെയ്യുന്നത് മൈക്രോ ആംപിയറിലാണ്. ഓക്കെ, അപ്പൊ മൈക്രോ ആംപിയറിലാണ് ഈ സാധനം മെഷർ ചെയ്യുക കേട്ടോ. സോ മൈക്രോ ആംപിയറിലാണ് ഈ സാധനം മെഷർ ചെയ്യുക. പിന്നെ ഇവിടുത്തെ VCE അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ VCE ഇല്ല എന്ന് പറയാൻ പറ്റില്ല, VCE ഉണ്ട്, അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാൽ നമുക്ക് ഇതിന്റെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സ്ലോപ്പ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള ദൂരം ഡെൽറ്റ IB എന്ന് വിളിക്കാം. അതേപോലെ താഴത്തെ ദൂരത്തെ നമുക്ക് ഡെൽറ്റ VBE എന്ന് വിളിക്കാം. ഡെൽറ്റ പറഞ്ഞാൽ ഇത്രയ്ക്കുള്ള ദൂരത്തിന് നമ്മൾ ഡെൽറ്റ IB വിളിച്ചു, താഴേക്കുള്ള ദൂരത്തിൽ നമുക്ക് ഡെൽറ്റ VB കിട്ടാം. നിങ്ങളത് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയ്ക്ക് ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ച് കിട്ടാൽ മതി. VCE കോൺസ്റ്റന്റ് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ടാൽ മതി, വേറെ ഒന്നും അതിലില്ല. നമുക്ക് ഇതിന്റെ ഇൻഫറൻസസ് നോക്കാം, നമുക്ക് എന്താണ് ഈ ഗ്രാഫ് എന്ന് മനസ്സിലാവുന്നതെന്ന് നോക്കാം. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് from the above graph we can see that the input characteristics is similar to forward characteristics of p-n junction diode. നമ്മൾ ഡയോഡ് വരച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയോഡിന്റെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും എന്താ പറയുക ലിങ്ക് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരച്ചിരുന്നു. സോ ആ ഗ്രാഫ് ഷേപ്പ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പൊ അതിങ്ങനെ വന്നിട്ട് അതേപോലെ ഇങ്ങനെ താഴോട്ട് വരികയായിരുന്നു. ഈ ഭാഗമായിരുന്നു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. സോ ആ ഗ്രാഫും ഈ ഗ്രാഫും കൂടെ തമ്മിൽ എന്താണ്, രണ്ടും സിമിലർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, so therefore അതുകൊണ്ട് തന്നെ therefore emitter base junction of a transistor is required to forward biased diode. അതുകൊണ്ട് തന്നെ എമിറ്റർ ബേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എമിറ്റർ ബേസ് എപ്പോഴും ഫോർവേഡ് ബയാസിസിലാണ് കണക്ട് ചെയ്യാമെന്ന്. സോ അതുകൊണ്ട് തന്നെ അത് എമിറ്റർ ബേസ് ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയാസിസിൽ കണക്ട് ചെയ്യണമെന്നാണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസസ്. സോ ഈ ഗ്രാഫിൽ നിന്ന് എന്താ കിട്ടിയതൊന്നുമില്ല, ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഡയോഡിന്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് സിമിലർ ആണ്. അതുകൊണ്ട് നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ സാധാരണ ഫോർവേഡ് ബയാസിസിലാണ് കണക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അതോടെ അത് കഴിഞ്ഞു. അപ്പോൾ ഇത് സിഇ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആട്ടോ. അറിയാത്തവർ എഴുതി വെക്കുക, സിഇ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആട്ടോ, കോമൺ എമിറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഗ്രാഫ് വരച്ച് വെച്ചാൽ അത് കഴിഞ്ഞു. എക്സാമിന് ചോദിക്കും, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളോട് വരക്കാൻ പറയും, നിങ്ങളുടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഓക്കെ, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻപുട്ട് റെസിസ്റ്റർ ഓഫ് എ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്? So, a transistor input resistance it is a ratio of small change in delta VBE to small change in the IB. അതായത് VBE ചെറിയ ചേഞ്ച് അതാണ് ഡെൽറ്റ VBE. അതേപോലെ സ്മോൾ ചേഞ്ച് ഇൻ IB, ബേസ് കറന്റിലുള്ള സ്മോൾ ചേഞ്ച് അതാണ് IB. സ്മോൾ ചേഞ്ച് ഇൻ IB എന്ന് പറയുന്നത് അതാണ് ഡെൽറ്റ IB. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. സോ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമ്മൾ I എന്ന് ഡിനോട്ട് ചെയ്യുക, R സ്മോൾ I എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സ്മോൾ I എന്ന് ഡിനോട്ട് ചെയ്യുക. സോ അത് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ, ഓക്കെ, ഡെൽറ്റ VBE ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ VBE ഹോൾ ഡിവൈഡ് ബൈ എന്തായിരിക്കും, ഡെൽറ്റ IB ആയിരിക്കും. അതായത് മക്കളെ നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ, അതായത് ഇവിടെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, അത് അങ്ങനെ ആ ലെവലൊക്കെ വരും. ഓക്കെ, അപ്പൊ RI എന്ന് പറഞ്ഞാൽ ഡെൽറ്റ VBE ബൈ ഡെൽറ്റ എന്താ പറയുക IB. സോ അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസിന്റെ ഈ RIന്റെ വാല്യൂ വളരെ സ്മോൾ ആയിരിക്കും. കാരണം അതിന്റെ വാല്യൂ വളരെ സ്മോൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഡെൽറ്റ VBE ഡെൽറ്റ എന്ന് പറഞ്ഞാൽ തന്നെ സ്മോൾ ആണ്. അപ്പൊ ഡെൽറ്റ VBE വളരെ സ്മോൾ ആയിരിക്കും, ബേസ് കറന്റ് ഒക്കെ വളരെ സ്മോൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസും വളരെ 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 സ്മോൾ ആയിരിക്കും. അപ്പൊ അതാണ് പറയാനുള്ളത്. സോ ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഔട്ട്പുട്ട് എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരക്കണം. അതിന്റെ ഗ്രാഫുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെ ഒരു ഗ്രാഫ് ആണ്. ഓക്കെ, ദ ഗ്രാഫ് കണക്ടിങ് ദ വേരിയേഷൻസ് ഓഫ് കളക്ടർ കറണ്ട് നമ്മൾ എന്ത് ചെയ്യും, IC എന്ന ഡിനോട്ട് ചെയ്യുക. സോ ICയും അതേപോലെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് അതായത് VCEയും തമ്മിലുള്ള ഗ്രാഫിനെയാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുക. അതേസമയം അതിന്റെ ബേസ് കറണ്ട് അതായത് IB എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലാണ് എപ്പോഴും ഉണ്ടാവുക. അതായത് ട്രാൻസിസ്റ്ററിന്റെ ഈ ഭാഗം ഇൻപുട്ടിൽ, അതായത് IBയും VBEയും ഈ ഭാഗം തമ്മിലുള്ളതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതേപോലെ തന്നെ VCEയും അതേപോലെ കളക്ടർ കറണ്ടും, അതായത് ഔട്ട്പുട്ട് ഭാഗത്തുള്ള VCEയും അതേപോലെ തന്നെ IC ഇവർ തമ്മിലാണ് ഔട്ട്പുട്ട് ഭാഗത്തുള്ളത്. സോ അവർ തമ്മിലുള്ള ഗ്രാഫാണ് എന്ത്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അതാണ് പറയുന്നത്. സോ IC VC തമ്മിലുള്ള ഗ്രാഫാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ IB എന്തായിരിക്കണം, അതായത് ബേസ് കറണ്ട് എന്തായിരിക്കണം, ഷുഡ് ബി കോൺസ്റ്റന്റ്. അതും കൂടെ നോക്കണം. സോ അങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് അത് വെച്ചിട്ടൊരു ഗ്രാഫ് വരച്ച് നോക്കാം. നേരത്തെ വരച്ച അതേപോലെ തന്നെ ഒരു ഗ്രാഫാണ്. കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഗ്രാഫിൽ നിന്ന് കുറെ ഇൻഫ്ലുവൻസസ് നമുക്ക് കിട്ടാനുണ്ട്. മറ്റേ ഗ്രാഫിന്റെ പോലെ അല്ല ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. കാരണം ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ അല്ലെങ്കിൽ ഡയോഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇതേപോലെ വരച്ച് നോക്കാം. ഓക്കെ, സോ ഇതൊന്ന് ഇതേപോലെ അത്യാവശ്യം ഇതേപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ച ശേഷം വരക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ കുറെ മെഷർമെന്റ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ ടെസ്റ്റിൽ 2, 3, 4. ഞാൻ അതൊന്നും മാർക്ക് ചെയ്യുന്നില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ജസ്റ്റ് അങ്ങോട്ട് വരച്ചാൽ മതി. ഓക്കെ, ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വരക്കുക. ഓക്കെ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരക്കുക. പിന്നെ അടുത്തതോ അവിടുന്ന് നേരെ അങ്ങനെ 4 വരക്കണം. ഓക്കെ, 2. ഓക്കെ, ഇനി അടുത്തത് 3. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, 4 ഇങ്ങനെ ഇങ്ങോട്ട് വരക്കണം. ഓക്കെ,
അപ്പൊ ഇതാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഇതിന്റെ ഗ്രാഫിന്റെ ആക്സസ് മാർക്ക് ചെയ്യണം. നമ്മൾ അതുവരെ അത് ചെയ്തിട്ടില്ല. ആക്സസ് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്സസ് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ കളക്ടർ കറണ്ട് IC, കളക്ടർ കറണ്ട് മെഷർ ചെയ്യുന്നത് IC, അത് അവിടെയാണ്. പിന്നെ അതേപോലെ ഇവിടെ എന്തുണ്ടാവും, VCE എന്തുണ്ടാവും ഓക്കെ. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഗ്രാഫിനെ നമുക്ക് 3 റീജിയൻ ആയിട്ട് മാറ്റണം. ഓക്കെ, ഈ ഗ്രാഫിനെ ഞാൻ 3 റീജിയൻ ആയിട്ട് മാറ്റിയാണ്. ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മേലെ ഒരു ഡോട്ടഡ് ലൈനും കൂടെ കൊടുക്കണം. ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ. എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. എന്താണ് ഈ സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ എന്നാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന റീജിയൻ ആണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിന് നമുക്കൊരു പേരുണ്ട്. ഈ ലൈനിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ ലൈൻ എന്നുള്ളത്. ഓക്കെ, ഈ ലൈനിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ ലൈൻ. ആ മറ്റേ എന്താ പറയാ, ആ സ്ട്രെയിറ്റ് കർവ്, ഡയറക്റ്റീവ് പ്രൊപ്പോർഷണൽ പോലുള്ള ആ സ്ട്രെയിറ്റ് കർവിനെ പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. അതായത് ഡയോഡ് മൊത്തം 3 റീജിയൻസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ റീജിയൻ ഇതാണ്. ഈ താഴെ വരുന്ന റീജിയൻ കണ്ടോ, ഈ താഴെ വരുന്ന റീജിയനെ കട്ട് ഓഫ് റീജിയൻ എന്നാണ് വിളിക്കുക. ഓക്കെ, താഴെ വരുന്ന റീജിയനെ കട്ട് ഓഫ് റീജിയൻ എന്നും. പിന്നെ ഇവിടെ ഉള്ള ഈ ഭാഗത്തൊക്കെ അതാണ് ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് നല്ല കറണ്ട് കിട്ടും. അത് നമുക്ക് ആക്റ്റീവ് റീജിയൻ എന്നാണ് വിളിക്കുക. അതായത് ട്രാൻസിസ്റ്റർ മൊത്തം വർക്ക് ചെയ്യാൻ 3 റീജിയൻസ് ആണുള്ളത്. ഓക്കെ, ഔട്ട്പുട്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് വർക്ക് ചെയ്യാൻ മൊത്തം 3 റീജിയൻസ് ആണുള്ളത്. ഒന്ന് സാച്ചുറേഷൻ റീജിയൻ, പിന്നെ അടുത്തത് കട്ട് ഓഫ് റീജിയൻ, മൂന്നാമത്തത് ആക്റ്റീവ് റീജിയൻ. അങ്ങനെ 3 റീജിയൻ ആണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഈ സാച്ചുറേഷൻ, എന്താണ് കട്ട് ഓഫ്, എന്താണ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ, അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ ഗ്രാഫിന്റെ ഇൻഫറൻസസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എന്താ പറയാ. ഓക്കെ, അപ്പൊ ഫോളോയിങ് കൺക്ലൂഷൻ എന്താ പറയാ, ക്യാൻ ബി മെയ്ഡ് ഫ്രം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന് കിട്ടുന്ന ഫോളോയിങ് കൺക്ലൂഷൻസ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് ബേസ് കറണ്ട്. ഓക്കെ, ബേസ് കറണ്ട് IB, ഒരു ഗിവൺ വാല്യൂ ഓഫ് ബേസ് കറണ്ട്, അതായത് ബേസ് കറണ്ട് കോൺസ്റ്റന്റ് ആണ്. IC increases rapidly with the VCE in the beginning at a high voltage of VCE, at a high value of VCE. അതായത് ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ തുടക്കത്തിൽ VCE എന്തായിരുന്നു, കളക്ടർ കറണ്ട് അനുസരിച്ച് ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. കാരണം ഈ സ്ട്രെയിറ്റ് ലൈൻ നോക്കുന്ന പോലെ റാപ്പിഡ് ആയിട്ട് ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ അതിനുശേഷം എന്ത് സംഭവിച്ചു, ഓക്കെ, പിന്നെ അതിനുശേഷം ഇൻ ദ ബിഗിനിങ് പിന്നെ കോമൺ ഇട്ട് അറ്റ് എ ഹൈ വാല്യൂ ഓഫ് VCE IC ബിക്കം ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. അതാണ് എന്ത് ചെയ്തത്, പിന്നെ കുറച്ചും കൂടെ ഹൈ വാല്യൂ, അതായത് VCE ഇങ്ങനെ കൂടുന്നിടത്തോളം ഈ ലൈനുകളൊക്കെ ഉണ്ട് കണ്ടോ, അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. സോ നമ്മൾ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യും, കളക്ടർ കറണ്ട് വല്ലാണ്ട് കൂടി, പക്ഷെ പിന്നെ ഇങ്ങനെ ഈ VCEന്റെ വാല്യൂ ഇങ്ങനെ കൂടുന്നിടത്തോളം ഈ സാധനം എന്ത് ചെയ്യും, ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ ആദ്യം ഹൈ ആയിട്ട് കൂടി, പിന്നെ എന്ത് ചെയ്യും, അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി അതേപോലെ അറ്റ് ലാർജ് വാല്യൂ ഓഫ് VCE വല്ലാണ്ട് കൂടുമ്പോൾ കളക്ടർ കറണ്ട് ഇൻക്രീസസ് വിത്ത് ബേസ് കറണ്ട്. ഓക്കെ, അപ്പോൾ VCE വല്ലാതെ ലാർജ് വാല്യൂ ആകുമ്പോൾ ബേസ് കറണ്ടും അതേപോലെ കളക്ടർ കറണ്ടും ഒരേപോലെ ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതേപോലെ ബൈഹാർട്ട് ചെയ്താൽ മതി, വലിയ സംഭവമൊന്നുമില്ല. ഇനി അടുത്ത ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയാ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കണ്ട. അതിന് മുമ്പായിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതി കൊടുക്കണേ, ലാർജ് വാല്യൂ ഓഫ് VCE. ലാർജ് വാല്യൂ ഓഫ് VCE എന്താ സംഭവിക്കുക, നമ്മൾ കളക്ടർ കറണ്ട് ഇൻക്രീസസ് വിത്ത്, അതായത് IC പ്രൊപ്പോർഷണൽ ടു IB എന്ന് എഴുതി കൊടുക്കണേ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. IC പ്രൊപ്പോർഷണൽ ടു IB. ഓക്കെ, അത്ര മതി. ഇനി ഔട്ട്പുട്ട് എന്താണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇൻപുട്ട് പഠിച്ചു. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ VCE എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ടു സ്മോൾ ചേഞ്ച് ഇൻ IC ടു കോൺസ്റ്റന്റ് IB. അതായത് ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് VO എന്നാണ് കൊടുത്തിട്ടുള്ളത്, VO എന്നല്ല RO ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ എംബ്ലം എന്ന് പറയുന്നത്. സോ RO കാണാനുള്ള ഇക്വേഷൻ എന്താണ്, RO കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എന്താ പറയാ, VCE ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ IC. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വല്ലാതെ ഹൈ വാല്യൂ ഇല്ല, സ്മോൾ ആണെന്നാണ് ഡെൽറ്റ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ വലിയ സംഭവമൊന്നും അവിടെ ഇല്ല. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ വളരെ ലാർജ് ആയിരിക്കും, ലാർജ് വാല്യൂ ആയിരിക്കും. നേരത്തെ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ലോ ആയിരുന്നു, ബട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ലാർജ് ആണ്. കാരണം എന്താ വെച്ചാൽ VCE വളരെ കൂടും, അല്ലാണ്ട് കൂടും. സോ അതുകൊണ്ട് വളരെ ലാർജ് ആയിരിക്കും. സോ അതിനെ പറ്റി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പ്രാക്ടിക്കലി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് വെരി ഹൈ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതും കൂടെ അങ്ങോട്ട് കോപ്പി ചെയ്തിടാം. ഓക്കെ,
പ്രാക്ടിക്കലി എന്താ പറയാ ഔട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. നേരത്തെ നമ്മൾ വളരെ സ്മോൾ ആണെന്നാണ് അവിടെ പഠിച്ചിരുന്നത്. പ്രാക്ടിക്കലി ഔട്ട് റെസിസ്റ്റൻസ് ഓഫ് എന്താ പറയാ ട്രാൻസിസ്റ്റർ ഈസ് വെരി ഹൈ ഡ്യൂ ടു എന്താ പറയാ കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളക്ടർ ബേസ് അതേപോലെ കളക്ടർ ബേസ് ഓക്കെ റിവേഴ്സ് ബയാസ് ഓഫ് ബേസ് കളക്ടർ ബേസ് എന്താ പറയാ എപ്പോഴും റിവേഴ്സ് ബയാസിസിലാണ് കണക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിവേഴ്സ് ബയാസിസിൽ ആര് കണക്ട് ചെയ്താലും അവിടുത്തെ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ വല്ലാണ്ട് കൂടുന്നത്. ഓക്കെ പ്രാക്ടിക്കലി output resistance of a transistor is very high due to reverse bias of bias കളക്ടർ ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് കളക്ടർ ജംഗ്ഷൻ. സോ അതുകൊണ്ടാണ് അവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടിയത്. അതേസമയം നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ അവിടുത്തെ എമിറ്ററും കളക്ടർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയാസ് ആയിരുന്നു. സോ ഫോർവേഡ് ബയാസ് ആകുമ്പോഴാണ് മാക്സിമം കറണ്ട് കണ്ടക്ട് ചെയ്യുക. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ദർ ആർ 3 റീജിയൻസ് ഇൻ ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നേരത്തെ പറഞ്ഞിരുന്നു 3 റീജിയൻ ആണ് ട്രാൻസിസ്റ്റർ എന്നുള്ളത്. ഒന്ന് ആക്റ്റീവ് ആണ്, മറ്റേത് കട്ട് ഓഫ് ആണ്, അവസാനത്തത് സാച്ചുറേഷൻ റീജിയൻ ആണ്. അങ്ങനെ 3 റീജിയൻ ആണ് ഒരു ട്രാൻസിസ്റ്ററിനുള്ളത്. സോ അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് സാച്ചുറേഷൻ റീജിയൻ ആണ്. ഓക്കെ അപ്പൊ ആദ്യം പറയുന്നത് എന്താ പറയാ സാച്ചുറേഷൻ റീജിയൻ ആണ്. അപ്പൊ എന്താ നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് നോക്കാം. സോ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ നോക്കാൻ പോവാം. അതായത് ആ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ എന്താണ് സാച്ചുറേഷൻ റീജിയൻ? ദ ലൈൻ കറസ്പോണ്ടിങ് ടു the line corresponding to IC proportional to VCE. Okay, IC proportional to VCE is known as saturation line. Okay, അതായത് നമ്മൾ നേരത്തെ ഈ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ. ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ലൈൻ ആണ് ഇത് മൊത്തം. അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താ പറയുക? ഇവിടുത്തെ പ്രത്യേകത നമ്മളെ IC എന്തായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു VCE ആയിരിക്കും. അതായത് കളക്ടർ കറണ്ട് കൂടുമ്പോൾ VCE കൂടും. അപ്പൊ അതായത് IC പ്രൊപ്പോർഷണൽ ടു VCE ആയിരിക്കും സാച്ചുറേഷൻ ലൈൻ. ഈ ലൈനിന്റെ ലെഫ്റ്റ് ഭാഗത്തുള്ള ഇത്രക്കും റീജിയൻ, ഈ ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ അപ്പൊ ഈ ഭാഗത്തുള്ള ലെഫ്റ്റ് ഭാഗത്തേക്കുള്ള റീജിയനെ പറയുന്ന പേരാണ് saturation region. And the straight line corresponding to IC and VCE, IC proportional to VCE is known as saturation line. The region left of saturation line is known as saturation region. Okay. ഈ സാച്ചുറേഷൻ റീജിയന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ ദിസ് റീജിയൻ ബോത്ത് ജംഗ്ഷൻ ആർ ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ രണ്ട് ജംഗ്ഷനുകളും ഫോർവേഡ് ബയാസിസിലായിരിക്കും സാച്ചുറേഷൻ റീജിയൻ. ജംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ഫോർവേഡ് ബയാസിസ് അല്ല ഏതൊക്കെയാണ് ജംഗ്ഷനുകൾ അറിയാം. അപ്പോ എന്തായിരിക്കും സാച്ചുറേഷൻ റീജിയനിൽ എന്തായിരിക്കും രണ്ട് ജംഗ്ഷനുകളും ഫോർവേഡ് ബയാസിസിലായിരിക്കും. ഓക്കെ ഇനി നമുക്ക് അടുത്ത റീജിയൻ പഠിക്കാം. ഓക്കെ സോ സാച്ചുറേഷൻ റീജിയൻ അത്രയേ ഉള്ളൂ. ഓക്കെ സാച്ചുറേഷൻ റീജിയനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് IC പ്രൊപ്പോർഷണൽ ടു VCE ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അടുത്തത് കട്ട് ഓഫ് റീജിയൻ. ഞാൻ നേരത്തെ താഴെ കാണിച്ച കട്ട് ഓഫ് റീജിയനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് റീജിയൻ. ആ ഗ്രാഫിലുള്ള കട്ട് ഓഫ് റീജിയനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ അപ്പൊ ഇനി കട്ട് ഓഫ് റീജിയൻ എന്താ നോക്കാം. കട്ട് ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ ബിലോ ദ ഗ്രാഫ് ഫോർ IB is equal to 0 is known as കട്ട് ഓഫ് റീജിയൻ. അതായത് ഈ ഗ്രാഫിലെ ഏറ്റവും താഴെ ഭാഗത്തുള്ള റീജിയനിൽ എന്തായിരിക്കും നമ്മുടെ ബേസ് വോൾട്ടേജ് IB എന്ന് പറയുന്ന ബേസ് വോൾട്ടേജ് 0 ആയിരിക്കും. സോ ആ ഒരു റീജിയനെ പറയുന്ന പേര് ബേസ് കറണ്ട് 0 ആയ ആ ഒരു റീജിയനെ പറയുന്ന പേരിനെ നമുക്ക് എന്ത് പറയാം? കട്ട് ഓഫ് റീജിയൻ എന്ന് പറയാം. ഈ ഒരു കട്ട് ഓഫ് റീജിയനിൽ ഇൻ ദിസ് റീജിയൻ ബോത്ത് ജംഗ്ഷൻ ആർ റിവേഴ്സ് ബയാസ്. അതായത് എമിറ്റർ എന്താ പറയാ ബേസ് റീജിയനും ബേസ് കളക്ടർ ജംഗ്ഷനും എല്ലാം എന്തായിരിക്കും റിവേഴ്സ് ബയാസിസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻഡ് ദർ ഈസ് നോ കളക്ടർ കറണ്ട്. ഓക്കെ ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ ഈസ് ഇൻ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ കട്ട് ഓഫ് റീജിയനിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യില്ല, ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലായിരിക്കും. കാരണം രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയാസിസ് ആണ്. സോ അവിടെ കളക്ടർ കറണ്ടും ഉണ്ടാവില്ല, ബേസ് കറണ്ടും ഉണ്ടാവില്ല. പിന്നെ അവിടെ കറണ്ട് ഒന്നും ഇല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് റീജിയനിൽ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യില്ല. ഓക്കെ പിന്നെ അടുത്ത ട്രാൻസിസ്റ്റർ. ഇനി നമുക്ക് മൂന്നാമത്തെ റീജിയൻ ആണ് ആക്റ്റീവ് റീജിയൻ. ഏറ്റവും കൂടുതൽ ആ പേര് തന്നെ ഉണ്ട്, ട്രാൻസിസ്റ്റർ ഏറ്റവും നന്നായി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന റീജിയൻ, അതാണ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ അപ്പൊ ആക്റ്റീവ് റീജിയൻ എന്താ പറയാ? ഓക്കെ അപ്പൊ നമുക്ക് ആക്റ്റീവ് റീജിയനെ പറ്റി സംസാരിക്കാം. ഓക്കെ സോ നമുക്ക് ആക്റ്റീവ് റീജിയനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ എന്താ ആക്റ്റീവ് റീജിയൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ആക്റ്റീവ് റീജിയന്റെ പ്രത്യേകതകൾ നോക്കാം. ദ റീജിയൻ എബോവ് കട്ട് ഓഫ് ടു റൈറ്റ് ഓഫ് ദ സാച്ചുറേഷൻ ലൈൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റീജിയൻ. ആ ഗ്രാഫ് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. എന്താ വെച്ചാൽ കട്ട് ഓഫ് റീജിയന്റെ മുകളിൽ അതേപോലെ സാച്ചുറേറ്റഡ് റീജിയന്റെ റൈറ്റിൽ കിടക്കുന്ന ഈ ഒരു റീജിയനുകളെ പറയുന്ന പേരാണ് ദിസ് റീജിയൻ ഈസ് കോൾഡ് ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് കട്ട് ഓഫ് റീജിയന്റെ മുകളിൽ അതേപോലെ സാച്ചുറേഷൻ റീജിയന്റെ അല്ലെങ്കിൽ സാച്ചുറേഷൻ ലൈനിന്റെ റൈറ്റ് ഭാഗത്ത് കിടക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ഓക്കെ
അപ്പോൾ ആക്റ്റീവ് റീജിയന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻ ദിസ് റീജിയൻ കളക്ടർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബേസ് കറന്റ്. ഈ റീജിയന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കളക്ടർ കറന്റ് IC കൂടുന്നതിനനുസരിച്ച് തന്നെ ബേസ് കറന്റ് IBയും കൂടും. ഓക്കെ, ദാറ്റ് ഈസ് IC ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു IB. ഇത് ഈ റീജിയന്റെ ഒരു വല്ലാത്ത ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഈ റീജിയന്റെ. അടുത്തത്, in active region, emitter base junction is in forward bias and CB junction is in reverse bias. അതാണ് ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാനുള്ള ഐഡിയൽ കണ്ടീഷൻ. ഈ ആക്റ്റീവ് റീജിയൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എമിറ്റർ ബേസ് റീജിയൻ ഫോർവേഡ് ബയസ് ആയിരിക്കും, അതുപോലെ കളക്ടർ ബേസ് റീജിയൻ എന്തായിരിക്കും, റിവേഴ്സ് ബയസിലായിരിക്കും. രണ്ട് ജംഗ്ഷൻ ഫോർവേഡ് ആയിക്കോട്ടെ, രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ആകുമ്പോഴൊന്നും ട്രാൻസിസ്റ്റർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് എന്താ പറയുക ജംഗ്ഷൻ ഫോർവേഡ് ബയാസിസിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസിസിലാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ട്രാൻസിസ്റ്റർ നല്ല ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ദെൻ അതാണ് ഇവിടെ പറയുന്നത്, വെൻ എ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ ഇറ്റ് മസ്റ്റ് ബി ഇൻ ആക്റ്റീവ് റീജിയൻ. ട്രാൻസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്, ആംപ്ലിഫയർ ആയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയർ ആയിട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ പഠിക്കുന്നത് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ഇതൊരു വേവ് ആണ്. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടുന്ന ഡിവൈസ് ആണ് ആംപ്ലിഫയർ എന്നുള്ളത്. ശരിക്കും ഇത് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ആണ്. ശരിക്കും ട്രാൻസിസ്റ്റർ ആണ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആംപ്ലിഫയറിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സാധനം ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ട്രാൻസിസ്റ്റർ എന്താണ്, ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റർ ആണ്. സോ ട്രാൻസിസ്റ്ററിന്റെ ഒരു അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പഠിക്കാനുണ്ടാവും, നമ്മൾ അവിടെ പഠിപ്പിച്ചു തരും. സോ അതിനെ പറ്റി വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ട്രാൻസിസ്റ്റർ എന്താണ്, ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യണം. ഓക്കെ, സോ അതോടുകൂടെ എന്ത് ചെയ്തു, ഈ മൂന്ന് റീജിയൻ പ്രത്യേകം നോക്കണം. ആക്റ്റീവ് റീജിയൻ, അതേപോലെ കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. ഈ മൂന്ന് റീജിയനുകളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം ഈ ഗ്രാഫ് വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ചർ ചെയ്യാൻ പറ്റും. സോ ഇതോടുകൂടെ എന്ത് ചെയ്തു, നമ്മൾ CE എന്താ പറയുക ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിലെ ഒരു 90% കഴിഞ്ഞു. ഇനി അത് നമുക്ക് കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഇനി നമുക്ക് ഇതാ പഠിക്കാറുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ ഒരു 2 ക്ലാസ് കൊണ്ട് കഴിയും. 2 ക്ലാസ് അല്ല, നമുക്ക് തീർക്കാനായിട്ടുണ്ട്. അപ്പൊ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഓക്കെ, അപ്പൊ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താ നോക്കാം. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന് നമ്മൾ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. ചിലർ ബീറ്റ AC എന്ന് കൊടുക്കാറുണ്ട്. ഓക്കെ, ബീറ്റ AC എന്നും കൊടുക്കാറുണ്ട്, സ്മോൾ AC എന്നും കൊടുക്കാറുണ്ട്. ഓക്കെ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ നമ്മൾ ചിലർ ബീറ്റ AC എന്ന് കൊടുക്കാറുണ്ട്. സാധാരണ കാലത്തിൽ ബീറ്റയാണ് കണ്ടിട്ടുണ്ടാവുന്നത്. എന്താണ് ബീറ്റ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ ദ കളക്ടർ കറന്റ് ടു ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ബേസ് കറന്റ് അറ്റ് കോൺസ്റ്റന്റ് VCE. ബീറ്റ എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിൽ, ബീറ്റ എന്ന് പറഞ്ഞ റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിൽ കണ്ടോളൂ കേട്ടോ. ഈസ് റേഷ്യോ ബിറ്റ്വീൻ ഡെൽറ്റ IC, അതായത് സ്മോൾ ചേഞ്ച് ഇൻ കളക്ടർ കറന്റ് ടു ദാറ്റ് ഓഫ് ഡെൽറ്റ IB. ഓക്കെ, ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB, അതായത് സ്മോൾ ചേഞ്ച് ഇൻ ദ കളക്ടർ കറന്റ് ടു ദ സ്മോൾ ചേഞ്ച് ഇൻ ദ ബേസ് കറന്റ്. സോ ഇതിന് തമ്മിലുള്ള റേഷ്യോക്ക് പറയുന്ന പേരാണ് ബീറ്റ. ബീറ്റക്ക് നമ്മൾ എന്ത് പറയും, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. ഇത് ചെയ്യുന്ന സമയങ്ങളിൽ ആരൊരാൾ കോൺസ്റ്റന്റ് ആണ്. ആരോ കോൺസ്റ്റന്റ്, VCE കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, VCE കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. അതാണ് ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ബൈ എന്താ പറയാ ഡെൽറ്റ IB. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബീറ്റ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ഇനി ഇവിടെ പ്രത്യേകം വാല്യൂ ഓഫ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 20 ആൻഡ് 500. ഓക്കെ, 20നും 500ന്റെയും ഇടയിലാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആയ ബീറ്റന്റെ വാല്യൂ സാധാരണ ഉണ്ടാവാറ്. ഓക്കെ, ബീറ്റന്റെ വാല്യൂ സാധാരണ ഉണ്ടാവാറ് എത്രയിലാണ്, 20ന്റെയും 500ന്റെയും ഇടയിലാണ്. പിന്നെ റേഷ്യോ ആണ്. സോ അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഉണ്ടാവില്ല. റേഷ്യോക്ക് യൂണിറ്റ് ഇല്ല നിങ്ങൾക്ക് അറിയാലോ, കാരണം രണ്ടും ഒരേ യൂണിറ്റ് ആണ്, രണ്ടും ആംപിയർ ആയിരിക്കും. സോ രണ്ടും കട്ട് ഓഫ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, അവിടെ എന്തുണ്ടാവില്ല, അവിടെ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, വലിയ എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിന്ന് വരില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാം, നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കാൻ പോകാന്ന് പറയാം. നമുക്ക് ഇനി രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം അല്ല, ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ അപ്ലിക്കേഷൻ പഠിക്കാൻ പോവാണ് നമ്മൾ ഇനി. ഓക്കെ, അതിൽ ഇനിയും കുറച്ചും കൂടെ ഡയഗ്രങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ എമിറ്റർ ആണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ട്രാൻസിസ്റ്റർ, അതായത് നമ്മൾ ഇനി അപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അന്ന് ട്രാൻസിസ്റ്റർ 4 ആപ്ലിക്കേഷനാണ് മെയിൻ ആയിട്ട് എന്തുള്ളത്, ഒരു ആംപ്ലിഫയറിനുള്ളത്. അല്ല സോറി, ട്രാൻസിസ്റ്ററിന് 4 ആപ്ലിക്കേഷനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ഓർഡറിൽ. അപ്പൊ നമുക്ക് ഹെഡിങ് എടുത്ത് കൊടുക്കാം, ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ ട്രാൻസിസ്റ്ററിന് കുറെ ഉപയോഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരു ഉപയോഗം ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ട്രാൻസിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ട്രാൻസിസ്റ്റർ നമുക്ക് വേണമെങ്കിൽ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ട്രാൻസിസ്റ്റർ നമുക്ക് ഒരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസിസ്റ്ററിന് ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ട്രാൻസിസ്റ്ററിന് ഒരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും,
അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസിസ്റ്റർ നമുക്ക്, അതായത് ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഫോട്ടോ ഡയോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ LED, ഓക്കെ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, ഐ എം എക്സ്ട്രീംലി സോറി. അപ്പൊ LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോ മൊത്തം ട്രാൻസിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആംപ്ലിഫയർ ആയിട്ട്, പിന്നെ സ്വിച്ച് ആയിട്ട്, പിന്നെ ഫോട്ടോ ഡയോഡ് ആയിട്ട്, അവസാനം LED ഫോട്ടോ ഡയോഡും ഇതിൽ പെട്ടതല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഷൻ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുവരെ പറഞ്ഞത് മാത്രം. നമുക്ക് അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ ആകെ ആംപ്ലിഫയറും സ്വിച്ചും മാത്രമേ ഉള്ളൂ. ആംപ്ലിഫയറും സ്വിച്ചും മാത്രമേ നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ പഠിക്കാവുള്ളൂ. പക്ഷെ അത് കൂടാതെ തന്നെ വേറെ അപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, അപ്ലിക്കേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രണ്ട് ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ച് പഠിക്കാം. ഒന്നാണ് ഫോട്ടോ ഡയോഡ്, മറ്റേതാണ് LED. ഓക്കെ, ഒന്നാണ് ഫോട്ടോ ഡയോഡ്, മറ്റേതാണ് എന്ത് LED. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റത് കുറച്ച് കൂടുതലുണ്ട്, അത് നമുക്ക് തീർക്കാം, അതിനെ കുറിച്ച് ബേജാറൊന്നും ആവണ്ട. അപ്പൊ നമ്മൾ ഫോട്ടോ ഡയോഡിനെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഫോട്ടോ ഡയോഡിനെ പറ്റി പഠിക്കണം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, LED പറ്റി പഠിക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ഡയോഡിനെ പറ്റി പഠിക്കാം. നമ്മളിപ്പോ രണ്ട് ഡയോഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നമ്മളെ സാധാ ഡയോഡ്, ഓക്കെ, പിന്നെ നമ്മളെ ജെനർ ഡയോഡ്. അങ്ങനെ രണ്ട് ഡയോഡ് നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു. ഓക്കെ, അപ്പൊ സാധാ ഡയോഡ് എന്താണ്, സാധാ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിന്റെ സിമ്പിൾ വരിക. ദെൻ ജെനർ ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് വരിക, പക്ഷെ രണ്ട് വാലിട്ട് കൊടുക്കണം, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും, അങ്ങനെ രണ്ട് വാലിട്ട് കൊടുക്കണം. അപ്പൊ ജെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അത് റിവേഴ്സ് ബയാസിസിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. ശരിക്കും റിവേഴ്സ് മാത്രമല്ല, ഫോർവേഡിലും വർക്ക് ചെയ്യും, കാരണം അതൊരു ഓർഡിനറി ഡയോഡ് തന്നെയാണ്. സ്പെഷ്യൽ ടൈപ്പ് ആണെങ്കിലും ഡയോഡിന്റെ എല്ലാ സവിശേഷതകളും അതും കാണിക്കാറുണ്ട്. ഓക്കെ, സോ ഫോട്ടോ ഡയോഡ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ അല്ല, ഫോട്ടോ. നമ്മൾ സാധാരണ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ അല്ല ഫോട്ടോ എന്ന് പറഞ്ഞാൽ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈറ്റ് എന്നാണ്. ഓക്കെ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലൈറ്റ് എന്നാണ്. സോ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലൈറ്റ് വെച്ചിട്ട് എന്തോ ചെയ്യുന്ന ഡയോഡ്, അല്ലെങ്കിൽ ലൈറ്റിന്റെ എന്തോ അപ്ലിക്കേഷൻ കിടക്കുന്ന ഡയോഡ്, അതാണ് ഫോട്ടോ ഡയോഡ് എന്നുള്ളത്. സോ നമുക്ക് വളരെ ഉഷാറായിട്ട് അതൊന്ന് പഠിക്കാം. സോ ബിഫോർ ദാറ്റ് എന്ത് ചെയ്യാം, ഞാൻ അതിന്റെ ചിത്രം ഒന്ന് വരച്ചു തരാം. ഓക്കെ, അപ്പൊ ബിഫോർ ദാറ്റ് നമുക്ക് അതിന്റെ ചിത്രം ഒന്ന് വരക്കണം. ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ചിത്രം നിങ്ങൾക്ക് വരച്ചു തരാം. നമ്മൾ പണ്ട് വരച്ച ഒരു PN ജംഗ്ഷൻ ഡയോഡിനൊക്കെ പോലെ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ ചിത്രം നിങ്ങൾക്ക് വരച്ചു, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചു തരാം. ഓക്കെ, നമ്മൾ പഴയ പോലെ തന്നെ, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പണ്ട് ഒരു PN ജംഗ്ഷൻ വരച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ ചാടണേ. സോ ഞാനൊന്ന് വരച്ചു തരാം. നിങ്ങൾ എൻ്റെ ഒപ്പം വരച്ചോണ്ടു കേട്ടോ. അപ്പൊ നിങ്ങൾ എൻ്റെ ഒപ്പം വരച്ചോണ്ടു. പിന്നെ ഇവിടെ നമ്മളെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഡിപ്ലീഷൻ റീജിയൻ ഇവിടുന്ന് ഇങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇത് നേരെ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് ഇങ്ങനെ നേരെ പോകുന്നു. ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം കേട്ടോ. ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. പിന്നെ ഇവിടെ ഒന്നുണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ദെൻ റെസിസ്റ്റർ നേരെ ഇങ്ങനെ തട്ടിയിട്ട് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് എത്തി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു PN ജംഗ്ഷൻ ഡയോഡാണ്. അപ്പൊ ഇവിടെ P ഉണ്ടാവും, പിന്നെ ഇവിടെ N ഉണ്ടാവും. Pയിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാറായിരിക്കും ഹോളായിരിക്കും. ഓക്കെ, Pയിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഹോളായിരിക്കും. Nൽ ഉണ്ടാവാറായിരിക്കും, Nൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ Nൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. സോ ഞാൻ ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ അതിനെ കുറിച്ച് നോക്കണ്ട. സോ പിന്നെ ഇവിടെ ഇത് നമ്മളെ എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ ആണ്. ദെൻ എന്താണ് ഫോട്ടോ ഡയോഡ് നോക്കാം. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഈസ് എ PN ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, സാധാ പോലെ തന്നെ ആസ് യൂഷ്വൽ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഫാബ്രിക്കേറ്റഡ് വിത്ത് എ ട്രാൻസ്പെറന്റ് വിൻഡോ ടു അലോ ലൈറ്റ് ഫാൾ ഓൺ ദ ഡയോഡ്. ഓക്കെ, അതായത് ഫോട്ടോ ഡയോഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഫോട്ടോ ഡയോഡ് സാധാ പോലെ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. പക്ഷെ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രാൻസ്പെറന്റ് വിൻഡോയിലായിരിക്കും. മീൻസ് ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും. സോ ലൈറ്റ് ആ ഡയോഡിലേക്ക് വരണം. സോ ഇതിന്റെ സർക്യൂട്ടിന്റെ സിമ്പിൾ ഇങ്ങനെയായിരിക്കും വരിക. അതായത് നമ്മളെ ഫോട്ടോ ഡയോഡിന്റെ സിമ്പിൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരയ്ക്കുക, സാധാരണ നമ്മൾ ഡയോഡ് തന്നെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ആരോ മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ഇങ്ങനെ കുറച്ച് ആരോ മാർക്ക് ഇട്ട് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ലൈറ്റ് ഇതിലേക്ക് ഫോളോ ചെയ്യണം. ഓക്കെ, ലൈറ്റ് ഇതിലേക്ക് ഫോളോ ചെയ്യും. അതിനു വേണ്ടിയാണ് അത് ആ ഡയോഡ് കണ്ടാൽ തന്നെ മനസ്സിലാവും അതൊരു ട്രാൻസ്പെറന്റ് വിൻഡോയിലാണ് ഉണ്ടാവുക, കാരണം ലൈറ്റ് ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഈ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഫാബ്രിക്കേറ്റഡ് വിത്ത് ട്രാൻസ്പെറന്റ് വിൻഡോ. ഇതിനാണ് ടു അലോ ലൈറ്റ് ഫോളോ ഓൺ ദ ഡയോഡ്. ഡയോഡിലേക്ക് ലൈറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ റിവേഴ്സ് ബയാസ്. അത് റിവേഴ്സ് ബയാസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സാധാരണ ഡയോഡുകളെല്ലാം ഫോർവേഡ് ബയാസിലാണ്, ജനറൽ റിവേഴ്സിൽ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഫോട്ടോ ഡയോഡ് ഫോട്ടോ ഡയോഡായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, അത് നമ്മൾ റിവേഴ്സ് ബയാസിലാക്കി എന്തായാലും കണക്ട് ചെയ്യണം, മസ്റ്റ് ആണ്.
ഇനി അടുത്തത് വെൻ എ ഫോട്ടോ ഡയോഡ് ഈസ് ഇലുമിനേറ്റഡ് വിത്ത് ലൈറ്റ് ഓഫ് ഫോട്ടോൺ എനർജി. ഒരു നമുക്കറിയാം ലൈറ്റിന്റെ എനർജി എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ആണ്. ഓക്കെ, എച്ച് ന്യൂ എന്ത് ആണ്? ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇ ജി. ഓക്കെ, ഇവിടെ ഇ ജി എന്താന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. സോ ഇ ജി എന്ന് പറഞ്ഞാൽ എഴുതിക്കോ, ഇ ജി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്കൊരു സംശയം ഉണ്ടാവും. ഇ ജി എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് ആക്ടിവേഷൻ എനർജിയാണ് ഇ ജി എന്ന് പറഞ്ഞാൽ. അതിനെ കുറിച്ച് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിശദമാക്കി തരാം. അത് വലിയൊരു സംഭവമാക്കി നിങ്ങൾ എടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇ ജി എന്താണെന്ന് ഞാൻ എന്ത് ചെയ്യാം, അതിൽ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഒരു ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ എനർജിയാണ് ഇ ജി എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ് ഇ ജി. ഇ ജി എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ്. നമ്മൾ ബാൻഡ് ഗ്യാപ്പ് പഠിച്ചിരുന്നു. അപ്പോൾ ഓരോ ബാൻഡ് ഗ്യാപ്പിനും ഓരോ എനർജി ഉണ്ടാവും. സോ അതാണ് ഇ ജി എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജിയാണ്. സോ നമ്മൾ വരുന്ന ലൈറ്റ്, സോ ഇതിലേക്ക് ഫോളോ ചെയ്യുന്ന ലൈറ്റിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജിനേക്കാൾ കൂടുതലായാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആർ ജനറേറ്റഡ്. അപ്പൊ ആ സമയത്ത് ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യപ്പെടും. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഡ്യൂ ടു റിവേഴ്സ് ബയാസ് കാരണം ദ ജനറേറ്റഡ് ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് എൻ റീജിയൻ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവും? അതായത് റിവേഴ്സ് ബയാസിസ് കാരണം ഇവിടെ ഒന്നുമില്ല. ആദ്യം ലൈറ്റ് ഇതിലേക്ക് ഇലുമിനേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റിന്റെ എനർജി ബാൻഡ് ഗ്യാപ്പ് എനർജിനേക്കാൾ കൂടിയാൽ എന്താ സംഭവിക്കുക? റിവേഴ്സ് ബയാസിസ് കാരണം ഇവിടെ ഇലക്ട്രോണും ഹോളും ഉണ്ടാവും, അതേപോലെ ഹോളും ഉണ്ടാവും. സോ റിവേഴ്സ് ബയാസിസ് കാരണം ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇലക്ട്രോൺസ് ഒക്കെ നേരെ എൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായ ഹോളുകൾ മൊത്തം പി ഭാഗത്തേക്കും മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? എൻ റീജിയൻ ആണ് ഹോൾ ടുവേർഡ്സ് പി റീജിയൻ. ആൻഡ് അത് കാരണം എന്ത് ചെയ്യും? ഒരു ഇ എം എഫ് അവിടെ ഉണ്ടാവും. ഗിവ്സ് റൈസ് ടു EMF. when an external circuit is turned there is current flow. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അവിടെ എന്ത് ചെയ്യും? ഒന്നുമില്ല, ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും. ഇലക്ട്രോൺസ് എല്ലാം എന്നുക്ക് പോവും, ഹോൾ എല്ലാം പിക്ക് പോവും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ പോസിറ്റീവ് ആണല്ലോ. ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ ഇവിടെ പോസിറ്റീവ് ആണല്ലോ ഉണ്ടാവുക. സോ അത് കാരണം എന്ത് ചെയ്യും? പോസിറ്റീവിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ എങ്ങോട്ടോ മൂവ് ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. പിന്നെ ഇവിടെയാണ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവുക. സോ ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. സോ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോൺസ് നേരെ ഇങ്ങോട്ട് ചാടും, അതേപോലെ ഹോൾ നേരെ ഇങ്ങോട്ടും ചാടും. ഇലക്ട്രോൺസ് ഒക്കെ എന്നുക്ക് പോവും, ഹോൾ മൊത്തം പീക്ക് പോവും. സോ ഇതാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോട്ടോ ജനറേറ്റഡ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. അതായത് ഫോട്ടോ ഡയോഡ് തരുന്ന, അതായത് ലൈറ്റ് ആ ഡയോഡിൽ ഫോളോ ചെയ്താൽ നമുക്ക് കറണ്ട് കിട്ടും. അതാണ് ഫോട്ടോ ഡയോഡ്. അങ്ങനെ തരുന്ന കറണ്ടാണ് ഫോട്ടോ എന്താ പറയുക കറണ്ട് എന്ന് പറയുന്നത്, ഫോട്ടോ ജനറേറ്റഡ് കറണ്ട്. സോ ഇന്റൻസിറ്റി, ലൈറ്റിന്റെ ഇന്റൻസിറ്റി നല്ലോണം കൂടുന്നിടത്തോളം നമുക്ക് കിട്ടുന്ന കറണ്ടും കൂടും. സോ ഫോട്ടോ ഡയോഡ് ഇത്രയൊക്കെ ഉള്ളൂ. ഫോട്ടോ ഡയോഡ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടിയാണ്. ആ ഡയോഡിൽ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ചാൽ, അല്ലെങ്കിൽ ലൈറ്റ് ഇലുമിനേറ്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. അതിന്റെ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഫോട്ടോ ജനറേറ്റഡ് കറണ്ടും അതേപോലെ തന്നെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റും രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ആ കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയ പരിപാടിയാണ്, വലിയ സംഭവമൊന്നുമില്ല. സോ ഈ നോട്ടൊക്കെ വായിക്കുക. അപ്പോൾ ഈ ബാരിയർ പൊട്ടൻഷ്യലാണ് ഹോളും ഇലക്ട്രോണൊക്കെ ഉണ്ടാവുക. ഇലക്ട്രോൺ ഉണ്ടായ ഹോളൊക്കെ, ഇലക്ട്രോണൊക്കെ എന്നുക്ക് പോവും, അതേപോലെ ഹോളൊക്കെ നേരെ ഇങ്ങോട്ടും വരും. സോ ഈ ഡയഗ്രം കൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് വരക്കണേ. ഓക്കെ, അപ്പൊ ഇതോടുകൂടെ ഫോട്ടോ ഡയോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? വേറെ ഒരു ചെറിയ സാധനം, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ് LED. ഓക്കെ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും LED. സോ LEDയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെഷൻ നിർത്താം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രാൻസിസ്റ്ററിന്റെ 2 അപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതും കൂടെ നോക്കാം. ഓക്കെ, സോ LED എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഓക്കെ, LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. LEDന്റെ സിമ്പിൾ ഇതേപോലെയാണ് വരിക. ഓക്കെ, അതൊരു ഡയോഡാണ്. ഓക്കെ, LEDന്റെ സിമ്പിൾ ഇതേപോലെയാണ് വരിക. LEDന്റെ സിമ്പിൾ ആരോമാർക്ക് നേരെ മുകൾക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ മുകൾക്ക് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫോട്ടോ ഡയോഡ് വരച്ചു. ഫോട്ടോ ഡയോഡിന്റെ പ്രശ്നം എന്താ? ഫോട്ടോ ഡയോഡിന്റെ ആരോമാർക്ക് നേരെ താഴോട്ടാണ് കൊടുക്കേണ്ടത്. ആ മീൻസ് ലൈറ്റ് അതിലേക്ക് വരണം എന്ന്. ലൈറ്റ് മീൻസ് ഡയോഡിലേക്ക് തട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ആരോമാർക്ക് യൂസ് ചെയ്തത്, ഫോട്ടോ ഡയോഡ്. പക്ഷേ LED എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? ഈ ഡയോഡ് നമുക്ക് ലൈറ്റ് തരികയാണ്. സോ അതുകൊണ്ടാണ് അതിന്റെ ആരോമാർക്ക് നേരെ ഇങ്ങനെ മുകളിലോട്ട് വന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ ആരോമാർക്ക് നേരെ എന്താ പറയുക ഇങ്ങനെ മുകളിലോട്ട് വന്നത്. ഓക്കെ, ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അതിലേക്ക് ഇലുമിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? കറണ്ട് കിട്ടുന്നത്. നേരെ തിരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഗ്രാഫ് അല്ല, അതിന്റെ ഡയഗ്രം നമുക്ക് വരക്കണം. സോ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ടാവും. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ചെറിയൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്, അത് വിഷയമാക്കണ്ട, സിമ്പിൾ ആണ്. അപ്പൊ ഒരു ചെറിയ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡോട്ടഡ് വരക്കണം, കാരണം ബാരിയർ പൊട്ടൻഷ്യൽ ആണ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അത് ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ സിമ്പിൾ അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താ സംഭവിക്കണം നോക്കാം. ഇതാണ് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അവിടെ എന്താ സംഭവിക്കണം നോക്കാം. പിന്നെ നമ്മൾ പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് സെല്ല് കണക്ട് ചെയ്യണം. ഓക്കെ, അത് വേണം.
അത് LED ആകുമ്പോൾ പ്രത്യേകിച്ച് അത് വേണം. മറ്റേവിടെ അവിടെ സെല്ല് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ആ കറണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. LED എന്ന് പറഞ്ഞാൽ ഇസ് എ ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. നേരത്തെ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസിസ് ആയിരുന്നു. LED ഫോർവേഡ് ബയാസിസ് ആണ്. സച്ച് ദാറ്റ് എന്താ പറയാ, ഇറ്റ് എമിറ്റ് റേഡിയേഷൻസ് ഓഫ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി. സോ LED എന്ന് പറഞ്ഞാൽ ഒരു ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യും, ലൈറ്റ് നമുക്ക് തരും. നേരത്തെ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ലൈറ്റ് നമുക്ക് തരും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉള്ള. ഇനി പിന്നെ ഡയോഡ് എന്താ പറയുക, ഇസ് ഇൻ ഫോർവേഡ് ബയാസ്ഡ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ടേക്ക് പ്ലേസ് അക്രോസ് ദ ജംഗ്ഷൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോള് ഇതെന്താ പി ജംഗ്ഷൻ ആണ്, ഇതോ എൻ ജംഗ്ഷൻ ആണ്. പിന്നെ പി ജംഗ്ഷനിൽ എന്തുണ്ടാവും, ഇവിടെ എന്താ ഇലക്ട്രോൺസ് ഇങ്ങനെ ഉണ്ടാവും മൈനസ്, പിന്നെ ഇവിടെ ഹോൾ ഉണ്ടാവും, ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ ഉണ്ടാവും. അതായത് ഇലക്ട്രോൺ ഹോൾ കൂടി ചെയ്യും. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഫ്രം ദ CB falling to the hole in the valence band. ഓക്കെ, കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് നേരെ എങ്ങോട്ട് ചാടും, വാലൻസ് ബാൻഡിലുള്ള ഹോൾസിന്റെ അടുത്തേക്ക് ചാടും. അത് ഞാൻ തീരെ കാണിക്കുന്നില്ല, പറയാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് LED എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ VB ആൻഡ് CB വിൽ ബി എമിറ്റഡ് ആസ് റേഡിയേഷൻ. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ നല്ല എന്തുണ്ടാവും, എനർജി ഡിഫറൻസ് ഉണ്ടാവും. സോ അതാണ് റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുക. The frequency of light emitted, okay, അപ്പോൾ the frequency of light emitted from an LED can be calculated using the formula. അതായത് നമുക്ക് എന്തുണ്ട്, അതായത് ഈ LED നമുക്ക് ഈ LED തരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കാണാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അതായത് അത് കാണാൻ സിമ്പിൾ ആണ്. അതായത് H nu എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു EG എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഫ്രീക്വൻസി കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ന്യൂ ഈസ് ഈക്വൽ ടു EG ഓൾ ഡിവൈഡഡ് ബൈ H. സോ ഇതാണ് ആ ഫോർമുല. ഓക്കെ, EG ഓൾ ഡിവൈഡ് ബൈ H. EG എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്, EG എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജി ആണ്, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അതായത് LED തരുന്ന, അതായത് അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ, LED തരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. EG എന്ന് പറഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജി, അതായത് നമ്മളെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ബാൻഡ് ഗ്യാപ്പ് എനർജി. അതൊക്കെ നിങ്ങൾക്ക് തരും. സോ ഇത് വെച്ചിട്ട് നീറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, LED വിടുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചിട്ട്. സോ അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ, അത് പ്രത്യേകം നിങ്ങൾ നോക്കി വെക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇവിടെ വെറുതെ വേണമെങ്കിൽ റീകോമ്പിനേഷൻ, അതായത് രണ്ടും കൂടെ കൂടി ചേരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വരിയും കൂടെ ഇട്ട് വെച്ചോ, റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദസ് ദ ലൈറ്റ് എമിറ്റഡ് ഫ്രം LED ഡിപ്പെൻഡ്സ് ഓൺ ദ ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് LED. അതായത് ഒരു LED ഉണ്ടാക്കുമ്പോൾ അതിന്റെ മെറ്റീരിയലിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. കാരണം മെറ്റീരിയൽ മാറുമ്പോൾ നമ്മളെ ബാൻഡ് ഗ്യാപ്പ് എനർജി മാറും. ഓക്കെ, സോ നല്ല ബാൻഡ് ഗ്യാപ്പ് ഉള്ള എനർജി ഉള്ള ആളുകൾ എടുത്താൽ നമുക്ക് നല്ല റേഡിയേഷൻസ് കിട്ടും, ഫ്രീക്വൻസി നല്ല ലൈറ്റ് കിട്ടും. സോ അതാണ് പറയുന്നത്. അപ്പം LED മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ മെറ്റീരിയൽ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലൈറ്റിനൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ നല്ല ലൈറ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് കിട്ടിയെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ മാറുമ്പോൾ ബാൻഡ് ഗ്യാപ്പ് എനർജി മാറും. ഓക്കെ, ഇനി അടുത്തത് LED യൂസുകളാണ്. ഫോർ ജനറൽ ലൈറ്റിംഗ് പർപ്പസ്. അറിയാം, നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിനും കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും, ജനറൽ ലൈറ്റിങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ലാമ്പ്, നമ്മളെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ലാമ്പിനും അതേപോലെ തന്നെ അങ്ങനെ പല ഇതൊന്നും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡിസ്പ്ലേ ഓഫ് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അതായത് നമ്മൾ റോഡിന്റെ സൈഡിലുള്ള കാണുന്ന സംഭവത്തിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ LED TV യൂസ് ചെയ്യാറുണ്ട്. പിന്നെ IR LED യൂസിന് റിമോട്ട് കൺട്രോൾ. യെസ്, അതായത് നമ്മൾ റിമോട്ടിൽ നമ്മൾ ചാനൽ മാറ്റുന്നത് IR LED വെച്ചിട്ടാണ്. മീൻസ് ഒരു LED അവിടെ ഉണ്ട്, അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ IR ആണ്, ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ഞാനത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് LED കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ സംസാരിക്കാനുള്ളത് ആകെ രണ്ട് കാര്യമാണ്. ഒന്ന്, ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. പിന്നെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ട്രാൻസിസ്റ്റർ നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണം. സോ ഇത് രണ്ടും ഒരു അരമണിക്കൂറിന്റെ ടോപ്പിക്കാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ എടുക്കും. എന്നിട്ട് നമ്മൾ അവസാനത്തെ ചാപ്റ്ററായ, ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ ഫിസിക്സ് സാർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ദെൻ നമുക്കിനി നമ്മളിത് കഴിഞ്ഞിട്ട് ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആയ കമ്മ്യൂണിക്കേഷൻ ആണ് എടുക്കുക. അത് ഒരു ചെറിയ ചാപ്റ്റർ ആണ്, 1-2 ക്ലാസ് കൊണ്ട് തീരും. അത് ഇതിന്റെ നേരെ അപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ കമ്മ്യൂണിക്കേഷൻ ആണ് എടുക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു, നന്നായിട്ട് പഠിക്കുക, സമയമൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം.